എൻ്റെ പേര് നിഷാദ്. ഞാൻ ഒരു 6 മാസമായിട്ടുള്ള ഈ ചർച്ചിലേക്ക് വന്നു തുടങ്ങിയിട്ട്. അതിനാളും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 6-7 വർഷം ദൈവത്തിൽ നിന്ന് അകന്ന് ഞാൻ ലോകത്തിൻ്റെതായ സുഖങ്ങളിലേക്ക് പോയി. ലോകത്തിൻ്റെതായ സുഖങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ പോയി എന്ന് പറയാം. കാരണം ഞാൻ പല ലഹരികൾക്കും ഇന്ന് യൗവനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ലഹരികൾക്കും ഞാൻ അടിമയായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞാൽ ചെറുതായി പോവും. കാരണം എനിക്കിത് എൻ്റെ ജീവിതത്തിൽ ഇതില്ലാത്ത അവസ്ഥ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ ഞാൻ പോയ വ്യക്തിയാണ്. കുറേ പ്രാവശ്യം എൻ്റെ കൂട്ടുകാർ വരെ പറഞ്ഞിട്ടുണ്ട്, നീ ഇതോടുകൂടി തീർന്നു, കാരണം ഇത് നിൻ്റെ അവസാനം വരെ നീ ഇതിലായിരിക്കും. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സംസാരിച്ച് ശരിയില്ലാത്ത കാരനാണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, കുറേ കാലം കഴിയുമ്പോൾ നീ ചിലപ്പോൾ ഇവിടെ ഒരു മാനസിക രോഗിയെ പോലെ ഈ ദേശത്ത് നീ അലയുന്നു. എന്നെ കുറേ വട്ടം ഈ ചർച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് ഞാൻ നന്ദി പറയാണ്. കാരണം അതുപോലെ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കണമെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. കാരണം പലപ്പോഴും എന്നെ പാസ്റ്ററൊക്കെ അന്വേഷിച്ച് വീട്ടിൽ വരും. അപ്പോൾ പാസ്റ്ററെ കാറ് വന്ന് റോട്ടിൽ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീടിൻ്റെ ബാക്ക് വാതിൽ തുറന്നു വിടും. പിന്നെ പാസ്റ്ററെ കാറ് പോയല്ല ഞാൻ വീട്ടിൽ വരല്ലോ. അനവധി വട്ടം പാസ്റ്റർ എത്രയോ നേരങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഇതിലേക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കിലോ കഞ്ചാവ് വരെ എൻ്റെ കയ്യിൽ. കാരണം ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിക്കണമല്ല, എനിക്കിത് സൂക്ഷിക്കാൻ തരുന്നതാ. കാരണം ആവശ്യമുള്ളപ്പോൾ ഇവർക്ക് ഇത് കൊടുത്താൽ മതി. പകരം എനിക്ക് പൈസ ഓഫർ ചെയ്യും. ഞാൻ പറയും, എനിക്ക് പൈസ വേണ്ട, എനിക്ക് പകരം ഇത് ആവശ്യത്തിനുള്ള ഉപയോഗിക്കാൻ തന്നാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടം മേടിക്കാൻ ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ലഹരിയോടുള്ള ഈ ആവേശം കാരണം പലരെന്നും ഞാൻ കടം മേടിച്ച് തുടങ്ങി. ഇപ്പോഴും ഉണ്ട് കടം. എന്നെ ദൈവം വിടുവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ കാര്യമുണ്ട്. കാരണം എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന് കാണില്ല എന്ന്. എൻ്റെ അമ്മ അവിടെ ഉണ്ട്. ഞാനിതിലേക്ക് തിരിയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇവർ വന്ന് വിളിച്ചിട്ടും എനിക്കിതിലേക്ക് വരാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാനിതിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിന് ഒരു പേടിയാണ്. കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപകാരനാണ്. ഇതിൻ്റെ ഉപയോഗം കൂടി തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഇതും മറന്നു. ദൈവത്തിൻ്റെ കൃപയല്ല, അതുപോലും മറന്നുപോയ അവസ്ഥയായിരുന്നു. പിന്നീട് ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത്, ഞാൻ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരന്മാരുമായിട്ട് ഒരു ഞായറാഴ്ച ചൂണ്ടാൻ പോവാ. ശരിക്കും പറഞ്ഞാൽ ചൂണ്ടാനല്ല പോയ, വീടിൻ്റെ അവിടെ ആൾക്കൂട്ടം കാരണം കഞ്ചാവ് വലിക്കാൻ കുളത്തേ പോയതാ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാൻ ഒരു സുവിശേഷം കേൾക്കുക. ആ സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മുടെ പാസ്റ്ററാണ്. ഈ ശബ്ദം ഞാൻ കേട്ടിട്ട് പണ്ടൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോട് പറഞ്ഞില്ല. കാരണം ഞാൻ വിചാരിച്ച് ഇവരിത് കേൾക്കുന്നുണ്ടെന്നാ. ഞാൻ പണ്ടൊക്കെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ടൗണിലേക്ക് പോകണമെന്ന് പറയുള്ളൂ, പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറയില്ല, എനിക്ക് മടിയാണ്. പക്ഷെ ഇന്ന് എന്നോട് ആരും ചോദിക്കില്ല, കാരണം അവർക്കറിയാം ഞാൻ പ്രാർത്ഥനയ്ക്കാരനെന്ന്. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറയണേ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സുവിശേഷം എന്ന് പറഞ്ഞില്ല, നാണക്കേടായുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളൊന്നും കേൾക്കണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, നീ വലിച്ച കഞ്ചാവല്ലേ എന്ന്. കാരണം കഞ്ചാവ് വലിച്ച ചിന്തകൾ കൂടുന്നു പറഞ്ഞ കാരണം ഇവരെന്നോട് പറഞ്ഞു, നീ വലിച്ച കഞ്ചാവല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ, ഇന്ന് സജി പാസ്റ്റർ ഇവിടെ റോട്ടിലെങ്ങനെ വന്ന് പരസ്യമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം സജി പാസ്റ്ററൊക്കെ ആ ടൈമിൽ പരസ്യം പോലും നടത്തുന്നില്ല. ഞാൻ ആ കേസ് അതോടുകൂടി വിട്ടു. പിന്നെ ഈ തിങ്കളാഴ്ച പാസ്റ്ററിനോട് പറയണ്, ഈ ഞായറാഴ്ച ഞാൻ സാക്ഷ്യം പറയണു. അപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തിരുന്നുകൊണ്ട് അമ്മ എന്നോട് ഇത് പറഞ്ഞു, നീ ഇന്ന് സാക്ഷ്യം പറയണമെന്ന് കാലത്ത് 5:30 വരെ മീറ്റിങ്ങിൽ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു. എങ്ങനെയാ പാസ്റ്റർ എങ്ങനെയാ ദൈവം ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ ദൈവം എൻ്റെ മനസ്സിലേക്ക്, അന്ന് വരെ ഞാൻ ജാക്സൺ ചാനോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ വരെ
ഈ കാര്യം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല, കാരണം ഇതെൻ്റെ മനസ്സിലേ ഇല്ല. പക്ഷെ അന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക് വന്ന കാര്യങ്ങളാ ഇന്ന് സൈൻ എന്ന് പറയുന്ന ഒരു വേർഡും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യവും. അത് എനിക്ക് മനസ്സിലായി എൻ്റെ വരവിലേക്കുള്ള ഒരു സൈനായിരുന്നു, ഒരു സൂചനയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കാതെ അവിടെ നിന്ന് പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ ദേശത്ത് ഞാനിരിക്കുമ്പോൾ ഞാൻ ഈ കഞ്ചാവ് വലിക്കുന്ന ഒരു വഴിയുടെ അറ്റത്ത് ഒരു എൻ്റെ റോട്ടിലാണ്, അതിന് റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട്. ആ വീട്ടുകാർക്ക് ഞങ്ങൾ ഭയങ്കര ശല്യമാണ്. കാരണം എന്ന് വെച്ചാൽ രാത്രി 7 മണി തൊട്ട് പുലർച്ചെ 6 മണി തൊട്ടൊക്കെ വരെയൊക്കെ അവിടെ ഇരുന്ന് കഞ്ചാവ് വലിച്ച് ആർക്കെ വിഷമില്ലാണ്ടിരിക്കുക. കഞ്ചാവ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതിലുപരിയായ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടുകുളികയാണ്. ലഹരി എന്ന് വെച്ചാൽ ഒന്നിലായിട്ട് നിൽക്കണില്ലാന്ന്. എല്ലാ ലഹരികളും ഉണ്ട്. ആദ്യമൊക്കെ ഉറങ്ങുമ്പോൾ വരെ ലഹരി ഉണ്ടായിരുന്നില്ല. പിന്നെ MDMA ഒക്കെ വന്നപ്പോൾ പിന്നെ ഉറക്കം കളഞ്ഞിട്ടുള്ള ലഹരിയായി. അങ്ങനെ അനവധി കാലം പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ തറിയിലിരിക്കുമ്പോൾ ആരവിടേക്ക് വന്നാലും ഞാൻ വലിക്കും. എൻ്റെ കൂട്ടുകാരന്മാർ ചിലപ്പോൾ മറച്ചു പിടിക്കും, പക്ഷെ ഞാനത് മറച്ചു പിടിക്കില്ല. കാരണം എനിക്ക് അവിടെ ആ ദേശത്തുള്ള ഒരാളും വിലയില്ല പേടിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഈ സാധനം അവിടെ നിന്ന് വലിക്കും. ആര് വന്നാലും ഇത് കെടുത്തൂല്ല കളയൂല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ, കാരണം ഇവർക്ക് എന്നെ പേടിയായിട്ടല്ല ഇവരെന്നോട് ചോദിക്കാത്തത്. അവർക്കറിയാം ഇതിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇതൊന്നും നന്നാവാളല്ലാന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ സാധനം പിന്നീട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയം കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സാധനം ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ആരും പേടിയില്ലാണ്ട് ചെയ്ത് എനിക്കാകെ വെപ്രാളായി തുടങ്ങി. കാരണം എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയമായി തുടങ്ങി എന്ന് പറഞ്ഞാൽ, അവിടെ ഇവിടെയും സെക്യൂരിറ്റി നിർത്തുന്നമാതിരി ആൾക്കാർ വരുന്നു നോക്കാൻ കൂട്ടുകാരന്മാരെ നിർത്തി തുടങ്ങി. ഭയങ്കരമായിട്ട് പേടി കയറി. പിന്നെ ഞാൻ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരനോട് പറയാടാ, എനിക്കിപ്പോൾ പണ്ടത്തെമാരൊന്നും പറ്റുന്നില്ല, ഞാൻ പണ്ടത്തെമാര് തന്നെ എൻ്റെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞാലോ എന്ന് പറയാന്ന്. കാരണം ഞാനിത് വിശ്വസിക്കുന്നത് ദൈവം നേരിട്ട് എന്നെ വിളിക്കുക. കാരണം ഇത്ര നാൾ എന്നെ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കാൻ വന്നിട്ട് പോലും എനിക്കൊരു മാനസാന്തരം വന്നില്ല എന്ന്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ കളയില്ല, തള്ളിക്കളയില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്ര കാലം ഞാൻ അങ്ങനെ നടന്നിട്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ല എന്ന്. നമ്മുടെ മനുഷ്യരെ സ്നേഹമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്ന സ്നേഹമൊക്കെ എന്താന്ന് പറയാൻ പോലും പറ്റില്ല, അതിനളക്കാനും പറ്റില്ല, അതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കാനുള്ളതുമില്ല. കാരണം ആ സ്നേഹം അതുപോലെയാ. കാരണം ഈ സ്നേഹം ഞാൻ ഇതിനെക്കുറിച്ച് തിരിച്ചറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നേഹം എന്നിൽ നിറയണ ഒരു ക്ലാസ് എടുക്കുന്നത് ജാക്സൺ ചേട്ടൻ ഒരു ഞായറാഴ്ച, അത് ആളുടെ ഫസ്റ്റത്തെ ഈ ഇവിടെയുള്ള ശുശ്രൂഷയാണ്. ഒരു ഞായറാഴ്ച അന്ന് പാസ്റ്റർ UK പോയ ടൈമിൽ ആള് പ്രസംഗിക്കാണ്. അപ്പോൾ ആള് ധൂർത്തുപുത്രനെ കുറിച്ചുള്ള ഒരു ഉപമ പറയാ. ആ ഉപമയെന്ന് ഞാനന്ന് ചർച്ചയെ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഉപമ പറയുമ്പോൾ, ധൂർത്തുപുത്രനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലുതൊന്നും അതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ വീട് വിട്ടു പോയിട്ട് തിരിച്ചു വന്ന ധൂർത്തുപുത്രൻ ഞാൻ വന്നപ്പോൾ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ച അപ്പൻ എൻ്റെ യേശുക്രിസ്തുവാന്ന് എനിക്ക് മനസ്സിലായി. അവിടെ തൊട്ട് പിന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ കൂട്ടുകാരന്മാർ, ഇന്നലെ വരെ 6 മാസത്തിന് ശേഷം എൻ്റെ 4 കൂട്ടുകാരന്മാരെ ഞാൻ കാണുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അവരിൽ ആവശ്യത്തിനുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. എനിക്കിഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള വട്ടുകുളി വരെ അവരെ കയ്യിലുണ്ട്. അവരെന്നോട് ചോദിച്ചു, ആദ്യം ചോദിക്കുന്നത് ഇത് വലിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. എന്നിട്ട് അവരെന്നോട് ചോദിക്കുക നീ എന്നാ തിരിച്ചു വരണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നില്ല. അപ്പോൾ അതിൽ ഒരുത്തന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോണതൊക്കെ ശരി, നീ വല്ല പാസ്റ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിലേ കൊന്നു കളയുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ ദൈവത്തിന് വേണ്ടി മരിക്കാൻ കഴിയാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ ദൈവം എന്നെ വീണ്ടും കൊണ്ടുവന്നു. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിലേക്ക് പോകണമെന്ന് ഉണ്ടെങ്കിലും എന്നെ ഇതിലേക്ക് വിടുന്നില്ല. അതുപോലെയായി. കാരണം എൻ്റെ വേറൊരു കൂട്ടുകാരൻ എനിക്കൊരു ഓഫർ തന്നതാ 2 കൊല്ലം 2 കൊല്ലം കൂടി ഉള്ളൂന്ന് ഇതിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന അവരിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാനൊരു ഓണത്തിന് 1 മാസം മുമ്പാ, ജൂലൈ അവസാനത്തിൽ വരണേ. അപ്പോഴും ഇവർക്ക് പ്രതീക്ഷയുണ്ട് ഞാൻ ഓണത്തിന് ഇവരൊപ്പം ചെല്ലുന്നു. ക്രിസ്മസിനും ഉണ്ടായിരുന്ന പ്രതീക്ഷ, ന്യൂ ഇയറിനും ഉണ്ടായിരുന്ന പ്രതീക്ഷ, എപ്പോഴും ഇവർക്ക് എന്നിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. അതാ പറഞ്ഞ ഞാൻ അതുപോലെ ഒരു നശിപ്പായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരുന്നു. പക്ഷെ ദൈവം എന്നെ സഹായിച്ചു.
അവൻ എന്നെ എങ്ങനെ സ്നേഹിച്ചു എന്ന് എനിക്ക് അറിയില്ല. അതാ പറഞ്ഞ അവൻ്റെ സ്നേഹത്തിന് എനിക്ക് അളക്കാൻ പറ്റില്ല. ഇത്ര നേരം എൻ്റെ സാക്ഷ്യം കേട്ട ഇന്ന് യൗവനങ്ങളെ കുറിച്ച്, തലമുറകളെ കുറിച്ച് വിഷമിച്ചിരിക്കുന്ന പലരും ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെ തിരിച്ച് വിളിക്കണ്ടാന്ന്, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കാരണം പലപ്പോഴും ഞാൻ പല ലഹരികളും ഉപയോഗിച്ച് വന്ന് കെടുക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ തലയ്ക്കും ഭാഗത്തിരുന്ന് എൻ്റെ കൈ തലയിൽ വെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഒരു സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ ചില വിളികളൊന്നും അവൻ്റെ കാതിന് കേൾക്കാതെ പോവും. എന്നാൽ ദൈവം വിളിച്ച് അവന് വരാതിരിക്കാൻ പറ്റില്ല. ഇത്ര നേരം സാക്ഷ്യം പറയാൻ ഇങ്ങനെ ഒരു അവസരം തന്ന സഭയോടും സഭയിലുള്ള എല്ലാവരോടും നന്ദി പറയുന്നു.